അതിലെന്താ തെറ്റ്? ഓ അത് ശരി, കോൺഗ്രസ്സുകാർക്ക് അവരൊന്നും മനുഷ്യരില്ലേ? കോൺഗ്രസ് ആയാലും BJP ആയാലും മുസ്ലിം ലീഗ് ആയാലും അതിനകത്ത് മനുഷ്യരില്ലേ? ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവുമാണ്. അങ്ങനെ മറുകണ്ഠം ചാടി സന്ദീപ് വാര്യർ. BJP വിട്ട് ഇനി കളി കോൺഗ്രസിൽ. കഴിഞ്ഞ ദിവസമായിരുന്നു BJPയെ ഞെട്ടിച്ചുകൊണ്ട് സന്ദീപ് വാര്യരുടെ പ്രഖ്യാപനം നടന്നത്. അതോടെ 3 പാർട്ടിക്കാർ പോര് തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി വിട്ട് മറുകണ്ഠം ചാടാനോ ചാടിക്കാനോ തിരഞ്ഞെടുപ്പിനോളം മികച്ച മറ്റൊരു സമയമില്ല. ഇക്കുറി ഇതിനുള്ള ആദ്യ ഊഴം കോൺഗ്രസുകാരനായിരുന്ന P സരിനായിരുന്നു. ഇപ്പോൾ ഇതാ BJPക്കാരനായിരുന്ന സന്ദീപ് വാര്യറും. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പാർട്ടിയിൽ അജ്ഞാതവാസത്തിലായിരുന്ന സന്ദീപിനെ ഇത്ര നാടകീയമായി ഒപ്പം കൂട്ടിയതിലൂടെ എന്തു നേട്ടമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്? വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് എത്തിയെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം പരസ്പരം ഉപരോധം നടത്തി ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞതിനാണ് BJP സന്ദീപിനെ വിലക്കിയത്. BJPയും കോൺഗ്രസും ഒരിക്കലും യോജിക്കാത്തവരാണ്. CPMലേക്കുള്ള സന്ദീപിന്റെ പ്രവേശനം നടക്കില്ലെന്ന് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് ഇത്തരമൊരു നീക്കം നടത്തിയത്. ആദ്യഘട്ടം മുതൽ തന്നെ AICCയുടെ നേതൃത്വത്തിൽ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു. പാലക്കാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറുമായി തെറ്റിയാണ് സന്ദീപ് പുറത്തേക്ക് പോയത്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വന്നത് യാതൊരു ഉപാധികളും ഉറപ്പുകളും ഇല്ലാതെയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. തൃത്താല സീറ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യമാണ് സന്ദീപ് വാര്യർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇതിന് കോൺഗ്രസ് നേതൃത്വം വഴങ്ങിയില്ല. ഇതോടെയാണ് ഒറ്റപ്പാലം സീറ്റും ഒപ്പം KPCC ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനം എന്ന ഫോർമുലയിലേക്ക് എത്തിയത്. എന്തൊക്കെയാണെങ്കിലും മറുകണ്ഠം ചാടിയ സന്ദീപ് വാര്യരുടെ അവസ്ഥ ഇനി എന്താകുമോ എന്ന് കണ്ടറിയാം. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വരാറില്ല. അപ്പൊ അത് ജസ്റ്റ് ഒരു പാർട്ടി ചേഞ്ച് അല്ല. കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ സാധിക്കില്ല എന്ന് സാമൂഹ്യ മാധ്യമ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ ഒരു വർഷക്കാലം അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഞാൻ.